വെൽക്കം ബാക്ക്. മൈക്രോ പ്രോസസ്സർ ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗിലെ സ്റ്റാക്ക് 8085 അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ സ്റ്റാക്ക് ഇസ് എ സ്പെഷ്യൽ ഏരിയ ഇൻ റാൻഡം ആക്സസ് മെമ്മറി. നമ്മുടെ മെയിൻ മെമ്മറിയിൽ വരുന്ന ഒരു നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഏരിയയാണ് യൂസ് ടു സ്റ്റോർ ടെമ്പററി ഡാറ്റ. നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ വരുമ്പോഴോ ഏതെങ്കിലും രീതിയിൽ സബ് റൂട്ടീൻസ് ഒക്കെ കോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് പല രീതിയിലും ടെമ്പററി ആയിട്ട് ഒന്നെങ്കിലും മെമ്മറി അഡ്രസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡാറ്റ ആയിരിക്കാം ടെമ്പററി ആയിട്ട് നമുക്ക് സേവ് ചെയ്യേണ്ടി വരാം. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഏരിയയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. സ്റ്റാക്ക് ഇസ് ലൈക്ക് എ പൈൽ ഓഫ് പ്ലേറ്റ്സ്. പ്ലേറ്റ് അടുക്കി വെച്ച പോലെയാണ് നമ്മൾ സ്റ്റാക്കിന്റെ ഓപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ അതിനെ നമുക്ക് കാണാൻ പറ്റുക. കാരണം ദ ലാസ്റ്റ് ഐറ്റം യു പുട്ട് ഓൺ ദ ടോപ്പ് ഇസ് ദ ഫസ്റ്റ് ഐറ്റം യു ടേക്ക് ഓഫ്. അവസാനം നമ്മൾ വെച്ചതിനെ നമുക്ക് ആദ്യം എടുക്കാൻ പറ്റും. 8085 സ്റ്റാക്ക് നമ്മൾ ആര് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പോൾ യൂസ് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾക്ക് പ്രോഗ്രാമർക്ക് അത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് പ്രോഗ്രാം ആക്കുമ്പോൾ നമുക്കറിയാം ടെമ്പററി ഡാറ്റ വരുന്ന സമയത്ത് വി ക്യാൻ യൂസ് സ്റ്റാക്ക് ഫോർ ദാറ്റ്. ഓക്കെ. Another purpose is the microprocessor uses it during subroutines. Subroutines എന്ന് പറയുമ്പോൾ മൈക്രോപ്രൊസസ്സറിന്റെ ടേമിൽ സബ്റൂട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നതിനെ നമ്മളൊരു ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതിയിട്ട് അത് അഗൈൻ വി ക്യാൻ കോൾ ഇറ്റ് അല്ലേ. നമുക്ക് പ്രോഗ്രാമിൽ വീണ്ടും വീണ്ടും കോൾ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് പറയാം. അപ്പം അതുപോലെ വരുന്ന പീസ് ഓഫ് കോഡിനെയാണ് മെഷീൻ ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക സബ്റൂട്ടീൻ എന്ന് പറയാം. അപ്പോൾ ഈ സബ്റൂട്ടീൻ കോൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് ടെമ്പററി ആയിട്ട് ഡാറ്റ എവിടെ സേവ് ചെയ്ത് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻസിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടി വരാം. അതിനൊക്കെ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യും. സ്റ്റാക്കിൽ വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ രജിസ്റ്റേഴ്സ് നമ്മുടെ 8085 രജിസ്റ്റർ നോക്കിയപ്പോൾ നമുക്കറിയാം. നമ്മൾ PC പഠിച്ചു, പ്രോഗ്രാം കൗണ്ടർ, SP പഠിച്ചു, സ്റ്റാക്ക് പോയിന്റർ, പിന്നെ കുറെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് BC DE HL ഒക്കെ പഠിച്ചു. അപ്പൊ അതിൽ വരുന്ന ഒരു രജിസ്റ്റർ ആണ് സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്റർ SP സ്റ്റാക്ക് പോയിന്റർ. സോ 8085 ഹാസ് എ 16-bit രജിസ്റ്റർ കോൾഡ് സ്റ്റാക്ക് പോയിന്റർ. 16 ബിറ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലമാണ് ഈ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത്. ഈ 16 ബിറ്റ് എന്ന് പറയുമ്പോൾ 16 ബിറ്റ് അഡ്രസ് വാല്യൂ ആണ്. അപ്പൊ അത് എന്താണ് നമ്മൾ സ്റ്റാക്ക് പോയിന്റിൽ സേവ് ചെയ്ത് വെക്കുന്നത്? ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് അഥവാ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ എവിടെയാണോ ഡാറ്റ ഉള്ളത് അത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മെമ്മറി ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് സ്റ്റാക്ക് പോയിന്റർ. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരിക എന്ന് വിചാരിക്കും. നമ്മൾക്ക് ലോട്ട്സ് ഓഫ് മെമ്മറി ഏരിയ ഉണ്ട് നമ്മുടെ 8085. അപ്പം നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ സ്റ്റാക്കായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ സ്റ്റാക്കിന് വേണ്ടിയുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം അത് നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പം നമ്മൾ എഴുതുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് LXI SP എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ് ഇൻസ്ട്രക്ഷൻ. അഥവാ സ്റ്റാക്ക് പോയിന്ററിലേക്ക് ഒരു അഡ്രസ്സിനെ നമ്മൾ ലോഡ് ചെയ്യുകയാണ്. അഥവാ അവിടുന്ന് തൊട്ടിട്ടാണ് ഇനി ആ ഒരു കുറച്ച് ഏരിയ സ്റ്റാക്ക് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതാണ് ഇപ്പോൾ ഒരു സ്റ്റാക്ക് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തെങ്കിൽ അപ്പോൾ ഇതിന്റെ ഏറ്റവും തുടക്കമുള്ള അഡ്രസ്സ് നമ്മൾ ഈ ഒരു അഡ്രസ്സിന്റെ പൊസിഷൻ ഡൗൺവേർഡ് ആയിട്ടാണ് കേട്ടോ സ്റ്റാക്കിൽ വർക്ക് ആവുക. അഥവാ 2605 2604 2603 അങ്ങനെയാണ് എത്ര ഏരിയ ആണോ ഉള്ളത് അതുവരെയുള്ള മെമ്മറി ഡീറ്റെയിൽസിൽ മെമ്മറി അഡ്രസ്സ് സ്റ്റാക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഏറ്റവും തുടക്കമുള്ള ആ മെമ്മറി ലൊക്കേഷനെ നമ്മൾ സ്റ്റാക്ക് പോയിന്ററിലേക്ക് ലോഡ് ചെയ്യുക വെൻ വി ആർ തിങ്കിങ് അബൌട്ട് ടു യൂസ് ദ സ്റ്റാക്ക്. ഓക്കെ. അപ്പോൾ സ്റ്റാക്ക് പോയിന്ററിൽ അതിൽ തുടക്കമുള്ള അഡ്രസ് വാല്യൂ ഉണ്ടായിരിക്കും. എന്നിട്ട് സ്റ്റാക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് റൂൾ യൂസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുക. അഥവാ ലാസ്റ്റ് വാല്യൂ ആഡഡ് ഈസ് ദ ഫസ്റ്റ് വാല്യൂ ടു ബി റിമൂവ്ഡ്. ഓക്കെ. നമ്മൾ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഇസ് ദ ലൊക്കേഷൻ ഓഫ് ദ മോസ്റ്റ് റീസെന്റ് ഐറ്റം ആഡഡ്. ലാസ്റ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്ത് വെച്ച് ഡാറ്റ ഏത് അഡ്രസ്സിലാണോ ഉള്ളത് അതാണ് നമ്മുടെ ടോപ്പ് ഓഫ് ആ ലൊക്കേഷനെയാണ് നമ്മൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറയുക. ആ ഡീറ്റെയിൽ ഓഫ് അഡ്രസ് ആണ് നമ്മൾ സ്റ്റാക്ക് പോയിന്ററിൽ സേവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. അപ്പൊ സ്റ്റാക്ക് ഇൻസ്ട്രക്ഷൻ അഥവാ സ്റ്റാക്കിൽ ഇനി എന്തൊക്കെ വർക്ക് ചെയ്യാം, എന്തൊക്കെ വരിക? ആഡ് ദ ഡാറ്റ ടു ദ സ്റ്റാക്ക്, റിട്രീവ് ദ ഡാറ്റ ഫ്രം ദ സ്റ്റാക്ക്. ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ പുഷ് ആൻഡ് പോപ്പ്. ഇതാണ് മെഷീൻ ഇൻസ്ട്രക്ഷൻ. സ്റ്റാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രക്ഷൻ ആണ് പുഷ് പോപ്പ്.
Push is to store the data into the stack. Pop is to remove or retrieve data from the stack. ഓക്കെ, ഈ രണ്ട് ഓപ്പറേഷനും ഇനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിത് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ, ഒരു പീസ് ഓഫ് കോഡ് വെച്ചിട്ട് നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇൻസ്ട്രക്ഷനുള്ള ഒരു മെഷീൻ പ്രോഗ്രാമാണ്, മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യണം എന്നുള്ള ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നമ്മൾ ആദ്യമേ എഴുതുന്ന ഒരു കോഡാണ് LXI, ലോഡ് ദ ഡാറ്റ ഇമ്മീഡിയറ്റ്ലി ടു ദ വേർ ടു SP, സ്റ്റാക്ക് പോയിന്ററിലേക്ക്. എന്താണ് ലോഡ് ചെയ്യേണ്ടത്? ദ ഫസ്റ്റ് അഡ്രസ് അല്ലെങ്കിൽ ദ സ്റ്റാക്ക് പോയിന്റർ, ഇനി അങ്ങോട്ട് സ്റ്റാക്കിന്റെ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു അഡ്രസ്സിന്, അതിനെ നമ്മൾ ഇവിടേക്ക് സ്റ്റാക്ക് പോയിന്ററിലേക്ക് കോപ്പി ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 2605 ടു കുറച്ച് സ്പെസിഫൈഡ് ഏരിയ സ്റ്റാക്ക് ആയിട്ട് ഉപയോഗിക്കണമെന്നാണ്. അപ്പം നമ്മുടെ സ്റ്റാക്ക് പോയിന്റർ ഏതായിരിക്കും? ദ ഫസ്റ്റ് ലൊക്കേഷൻ, ദ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും ഇപ്പോൾ സ്റ്റാക്ക് പോയിന്റർ ആയിട്ട് നമ്മൾക്ക് മാറ്റേണ്ടത്. സോ ആ ഒരു വാല്യൂ 2605 എന്ന വാല്യൂവിനെ നമ്മൾ സ്റ്റാക്ക് പോയിന്ററിലേക്ക് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ സേവ് ചെയ്ത് വെക്കും. 2605 16 ബിറ്റ് ആയിട്ട് അത് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ആ ഒരു ഏരിയ സ്റ്റാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നത് എന്താണ്? അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? ലോഡ് XI B2550H, അഥവാ ഈ ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിയും സിയും 16 ബിറ്റ് വാല്യൂസ് ആണല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ലോഡ് XI ഒക്കെയാണ് 16 ബിറ്റ് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അതിൽ അപ്പം നമ്മുടെ വാല്യൂ ഏതാണ്? വാല്യൂ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 2550, കറക്റ്റ് ഡയറക്റ്റ് വാല്യൂ തന്നെ അത് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണെന്ന് പറയാം. അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഡാറ്റ എവിടെയാണെന്നൊന്നും അറിയേണ്ട, ഡാറ്റ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ട്. അതിന് 2550 എന്നുള്ള ഡാറ്റയെ ബിയിലോട്ട് ചെയ്യാനാണ് പറയുന്നത്. ബി എന്ന് പറയുമ്പോൾ ഇംപ്ലിസിറ്റ് ആയിട്ട് സി അവിടെ ഉണ്ട്. അതായത് 16 ബിറ്റ് ഡാറ്റയാണ്, ബി നമുക്ക് 8 ബിറ്റ് ആണ്. അപ്പോൾ അടുത്ത 8 ബിറ്റ് സേവ് ചെയ്യാൻ എന്തായാലും സിയുടെ ഹെൽപ്പ് വേണം. അപ്പം ഫസ്റ്റ് ഓർഡർ ബിറ്റ് അഥവാ ഹയർ ഓർഡർ ബിറ്റ്സിന് 25 ഇവിടെയും ലോവർ ഓർഡർ ബിറ്റായ 50 സിയിലും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് ഇൻസ്ട്രക്ഷൻ നമ്മുടെ ആ ഒരു രജിസ്റ്ററും സ്റ്റാക്ക് പോയിന്ററും ഒക്കെ സിറ്റുവേഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇനി പറയാണ് പുഷ് ബി. പുഷ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ആഡിങ് ദ ഡാറ്റ ഫ്രം ബി ആൻഡ് സി രജിസ്റ്റർ. ബി എന്ന് പറയുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് സിയും കൂടെ ഉണ്ടാവും. അതിലെ വാല്യൂവിനെ സ്റ്റാക്കിലോട്ട് സേവ് ചെയ്യാനാണ് പറയുന്നത്, അഥവാ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യാൻ. അപ്പം നമ്മൾ സ്റ്റാക്ക് പോയിന്റർ പുഷ് ചെയ്യാനുള്ള ഇത് പറയുമ്പോൾ നേരെ നമ്മുടെ പ്രോസസ്സർ പോയി നോക്കുന്നത് നമ്മുടെ SP എവിടേക്കാണ് പോയിന്റ് ചെയ്തതെന്നാണ്. അപ്പോൾ SP എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? 2605. അപ്പോൾ നമ്മുടെ 2605 എന്നാണ് ഫസ്റ്റ് പൊസിഷനിൽ അവിടെ ഒരു നെൽ വാല്യൂ പോലെ ഉണ്ടാവും ഡിഫോൾട്ട് ആയിട്ട്. അവിടെ നമ്മൾ ഒരിക്കലും ഡാറ്റ സേവ് ചെയ്യില്ല. വി ആർ ഡിക്രിമെന്റിങ് ദ വാല്യൂ ഓഫ് SP. എന്താണ് നമ്മൾ ഡിക്രിമെന്റ് ചെയ്യാൻ കാരണം? അഥവാ നമ്മൾ 2605 ആ ഒരു ഡൗൺവേർഡ് ഫാഷനിലാണ് നമ്മൾ മെമ്മറി ലൊക്കേഷനെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് സ്ഥലം നമുക്ക് അതിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് നിന്നാണ് നമ്മളിങ്ങനെ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ 2605 ചെയ്യില്ല, അത് നമ്മൾ ഡിക്രിമെന്റ് ചെയ്തിട്ട് 2605. അപ്പോൾ SP 2605 ആയിട്ട് മാറിയിട്ടുണ്ട്, 2604 ആക്കും. എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വാല്യൂസിന് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പോവുക ഹയർ ഓർഡർ ബിറ്റ് ആണ്. അപ്പോൾ 25 മാത്രമേ ഇങ്ങോട്ട് പോകുള്ളൂ. കാരണം എന്താണ്? ഓരോ മെമ്മറി ലൊക്കേഷനും ആക്ച്വലി എത്രയാണുള്ളത്? 8 ബിറ്റ് ഉള്ളൂ. 8085 അല്ലേ, 8 ബിറ്റ് ഡാറ്റ അല്ലേ, 8 ബിറ്റ് ആണ് ഓരോ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് 16 ബിറ്റ് വേണമെങ്കിൽ നമ്മൾ 2 മെമ്മറി ലൊക്കേഷൻ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ഹയർ ഓർഡർ ബിറ്റ്സ് ഇവിടെ സേവ് ചെയ്യും. SP ഇപ്പം എന്തായി? 2604 ആയി മാറിയിട്ടുണ്ടാവും. എഗെയിൻ വി ആർ ഡിക്രിമെന്റിങ് ദ വാല്യൂ 2604 -1 2603 ആവും. അതിലോട്ട് 50 നമ്മൾ ചെയ്യും. അപ്പം നമ്മുടെ SP കിടക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ പോപ്പ് ഓപ്പറേഷൻ നമ്മുടെ രജിസ്റ്റർ കണ്ടന്റിൽ ഒന്നും ഉണ്ടാവില്ല, നൾ വാല്യൂ ആയിരിക്കും. ഇവിടെ സ്റ്റാക്ക് പോയിന്റർ 2603 ആയിട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ സ്റ്റാക്ക് പോയിന്റർ ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ആഫ്റ്റർ ദ പുഷ് ഓപ്പറേഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാക്ക് പോയിന്റർ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. 2603 25 ഇവിടെയും 50 ഇവിടെയും എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് പുഷ് ഓപ്പറേഷൻ 8085 വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഡിലേ കൗണ്ടർ ആണ്, അഥവാ ജസ്റ്റ് ഫോർ ഡിലേയിങ് ദ എക്സിക്യൂഷൻ. നമുക്ക് NOPU യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 8 ബിറ്റ് രജിസ്റ്റർ യൂസ് ചെയ്യാം, 16 ബിറ്റ് രജിസ്റ്റർ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ടൈം നമ്മൾ ഡിലേ ചെയ്തിട്ട് വി വാണ്ട് ടു എക്സിക്യൂട്ട് പോപ്പ് ബി.
പോപ്പ് ബി എന്ന് പറഞ്ഞാൽ പോപ്പ് ബി എന്ന് പറയുമ്പോൾ അതെന്താണ്? പുഷിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ പോപ്പ് എവിടെയാണെന്നാണ് പോപ്പ് ചെയ്യേണ്ടതെന്ന് പറയേണ്ട ആവശ്യമില്ല. സ്റ്റാക്കിൽ നിന്ന് എവിടുന്നേ പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ? മുകളിലുള്ള വാല്യൂസേ പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പോപ്പ് ബി എന്ന് പറയുമ്പോൾ 16-bit രജിസ്റ്റർ ഹോൾഡ് ചെയ്യും, 16-bit ഡാറ്റ ആണ് ഈ പോപ്പും പുഷും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുമ്പോൾ ബിയിലോട്ട് ഒരു വാല്യൂ, സിയിലോട്ട് ഒരു വാല്യൂ പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോപ്പ് ബി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ബിഫോർ പോപ്പ് ഓപ്പറേഷൻ നമ്മുടെ വാല്യൂ കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും. SP ഇവിടെ പോയിന്റ് ചെയ്യുന്നുണ്ട് 2603. അതിൽ ലോവർ ഓർഡർ ബിറ്റ് ഉണ്ടായിരിക്കും, നെക്സ്റ്റിൽ ഹയർ ഓർഡർ ബിറ്റ് ഉണ്ടായിരിക്കും. ഇത് ഫസ്റ്റ് വാല്യൂ ഈസ് ഡിഫോൾട്ട് ആയിട്ട് ഒരു നൾ വാല്യൂ തന്നെ ആയിരിക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പൊ നമ്മൾ ഇനി ചെയ്യുന്നത് ബിയും സിയിലോട്ടും ചെയ്യണം. ബിയും സിയും ഫ്രീ ആയി കിടക്കുക തന്നെയാണ്, നത്തിങ് ഒന്നുമില്ല അതിൽ. നമ്മൾ ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് SP എവിടെയാ നോക്കുന്നു? SP 2603ലാണ്. അവിടെയുള്ള ഡാറ്റ 50, അത് എന്തായാലും ലോവർ ഓർഡർ ബിറ്റാണ്. അപ്പൊ നമ്മൾ അത് സിയിലോട്ട് നമ്മൾ അതിനെ മാറ്റുന്നു. എന്നിട്ട് SP ഈക്വൽ ടു SP പ്ലസ് 1 ആക്കും. അഥവാ നെക്സ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ SP ഈക്വൽ ടു XP ആവും. അപ്പൊ നമ്മുടെ SPയുടെ 2604 ആയിട്ടുണ്ടാവും. അതിൽ നിന്നും ആ വാല്യൂ നമ്മൾ ബിയിലോട്ടും സേവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 50 ആയിട്ട് റീപ്ലേസ് ആയിട്ടുണ്ടാവും, ഇവിടെ 25 ആയിട്ട് റീപ്ലേസ് ആയിട്ടുണ്ടാവും. Again we are incrementing the SP value by 1, SP equal to SP plus 1. അപ്പോൾ പുതിയ SP നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, സോ ആഫ്റ്റർ ദ പോപ്പ് ഓപ്പറേഷൻ 25 ഇവിടെ ഉണ്ടാവും, 50 ഇവിടെ ഉണ്ടാവും. SP നമ്മുടെ ഫസ്റ്റ് വന്ന ആ ഒരു അവൈലബിൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് 8085 പോപ്പ് ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും വർക്ക് ചെയ്യുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.